എൻ്റെ പേര് നൗഫൽ. നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഇത്. തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. മണ്ണുത്തിയിൽ നിന്ന് ചിറക്കാക്കോട് റോഡിലാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. മണ്ണുത്തി സെൻട്രലിലെ വലിയ പള്ളി സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ അവിടെ നിന്ന് കൃത്യം 1.9 കിലോമീറ്റർ ചിറക്കാക്കോട് ഭാഗത്തേക്ക് പോയാലാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. നമ്മുടെ സ്ഥാപനം ഫോക്കസ് ചെയ്യുന്നത് ഈ ആധുനിക കാലത്ത് കൂടുതൽ ആളുകളും രാസവളങ്ങളെ ആണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. അതേസമയം ഈ ഇടയായിക്കൊണ്ട് ജൈവവളങ്ങളിലേക്ക് തന്നെ ആളുകൾ മടങ്ങുന്ന ഒരു നല്ല രീതി കണ്ടുവരുന്നു. അത് കാരണം ജൈവവളങ്ങളിൽ നമ്മൾ നേരത്തെ ഉള്ളതുപോലെയുള്ള നമ്മുടെ സാമ്പ്രദായിക വളങ്ങൾക്ക് പുറമെ ആധുനിക രീതിയിൽ ബയോസ്റ്റിമുലന്റുകളായ വളരെ പെട്ടെന്ന് ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല നല്ല വളങ്ങളും വളരെ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതുമായ വളങ്ങൾ ഇപ്പം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ പൂർണ്ണമായും ഓർഗാനിക് ആയിട്ടുള്ള ജൈവവളങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ വളങ്ങൾ, അതായത് ചാണകപ്പൊടി, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ റോ ആയിട്ടുള്ള ചാണകപ്പൊടി നേരിട്ട് കൊടുക്കുന്നതല്ല. അതിൽ നിന്ന് വേസ്റ്റുകളൊക്കെ മാറ്റം ചെയ്തുകൊണ്ട് പൊടി രൂപത്തിൽ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇവിടെ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് ചാണകപ്പൊടി അതുപോലെ കോഴിവളം തുടങ്ങിയതിനൊക്കെ 12 രൂപയാണ്. അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ തന്നെയാണ് മറ്റു വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അതേസമയം നമ്മൾ സൂപ്പർ കീമയിൽ ഈ 12 രൂപ മുതൽ ഏകദേശം കിലോക്ക് 70 രൂപ വരെയുള്ള വില 12ഓളം വളങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ടും അതിന് നമുക്ക് പരമാവധി ഒരു മീഡിയം പ്രൈസിൽ തന്നെയാണ് നമ്മളതിന് കൊടുക്കുന്നത്. നമ്മുടെ പ്രൈസ് എന്നതിലുപരി അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രം നിങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിനെ വിലയിരുത്തണം. എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾ പരീക്ഷിക്കണം. അത് നിങ്ങൾക്ക് വിജയകരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പരസ്യങ്ങളൊക്കെ എത്തിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂപ്പർ കീമിൽ എന്ന് ഉദ്ദേശിക്കുന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം നമ്മുടെ ജൈവ വളങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള ഒരു ഉൽപ്പന്നമാണ് ഇത്. ഏകദേശം 12ഓളം ജൈവ വളങ്ങളുടെ ഒരു മിക്സ്ചറാണ്. ഓക്കെ, ഇതിൽ ഏകദേശം അതിൻ്റെ ഇതിൽ അടങ്ങിയതൊക്കെ ഇതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, അതേപോലെ തന്നെ ബയോ കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, കാർപ്പിറ്റ് കമ്പോസ്റ്റ്, പിന്നെ വേപ്പി പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഏറ്റവും ക്വാളിറ്റിയുള്ള എല്ലുപൊടി, അതുപോലെ തന്നെ ഹ്യൂമിക് പൗഡർ, ഫുൾവിക് പൗഡർ, മറ്റു മൈക്രോ ന്യൂട്രിയൻസ്, ഇത്രയും പ്രൊഡക്റ്റുകളെ ആഡ് ചെയ്ത കേരളത്തിൽ തന്നെ ഇതുവരെ ഇറങ്ങിയ മറ്റു ഇതിന് സമാനമായ പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് വളരെയധികം റിസൾട്ട് ഉള്ളതും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് ബോധ്യപ്പെടുന്നതുമായതാണ്. ഇത് സാധാരണ ഏത് തരം പ്ലാന്റുകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നെല്ല് മുതൽ തെങ്ങ് വരെ, അതേപോലെ തന്നെ പ്ലാവ് മുതൽ റംബൂട്ടാൻ വരെ, ഏത് തരം ഫ്രൂട്ട് പ്ലാന്റുകളാവട്ടെ, അല്ലെങ്കിൽ നെറ്റ് പ്ലാന്റുകളാവട്ടെ, അല്ലെങ്കിൽ സാധാരണ പൂച്ചെടികളോ മറ്റു വർണ്ണച്ചെടികളോ ഒക്കെ ആവട്ടെ, എന്ത് തരം പ്ലാന്റുകൾക്കും നമ്മുടെ സാധാരണ കായ്കറികൾക്കൊക്കെ വളരെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഒരു വളം. സാറേ, ഇതിന്റെ ഒരു ഉപയോഗ രീതിയൊക്കെ എങ്ങനെയാണ്? ഉപയോഗ രീതി, ഇത് നമ്മൾ ചെറിയ കായ്കറികളോ പച്ചക്കറികളോ അല്ലെങ്കിൽ ചെറിയ തരം ഫ്രൂട്ട് പ്ലാന്റുകളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പ്ലാന്റിന് 250 ഗ്രാം മുതൽ ഏകദേശം പ്ലാന്റിന്റെ വലുപ്പത്തിനനുസരിച്ച് 1 കിലോ വരെയാണ് നോർമൽ പ്ലാന്റുകൾക്ക് കൊടുക്കേണ്ടത്. അതേസമയം തെങ്ങ് അല്ലെങ്കിൽ ജാതി പോലത്തെ വലിയ പ്ലാന്റുകൾക്കാണെങ്കിൽ നമ്മൾ ഒരു 5 കിലോ മിനിമം ഇത് ഒരു വർഷത്തിൽ 2 തവണ ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഒരു തവണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷമാണ് അടുത്ത തവണ കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾ ഈ 5 കിലോ നിങ്ങൾ സാധാരണ മറ്റു വളങ്ങളെ അപേക്ഷിച്ച് ഇത് 5 കിലോ നിങ്ങളുടെ തെങ്ങിനോ അല്ലെങ്കിൽ ജാതിക്കോ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിന് മുമ്പ് നിങ്ങൾ ആഡ് ചെയ്തിരുന്ന വളങ്ങളുമായിട്ട് നേരിട്ട് വളരെയധികം ഡിഫറൻസ് നിങ്ങൾക്ക് പിന്നീട് റിസൾട്ടിൽ കാണും. സൂപ്പർ കീമില് നമുക്ക് വിവിധ പാക്കേജുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് 50 കിലോയുടെ ബാഗുകളാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് 20 കിലോയുടെ ബാഗ്, 10 കിലോയുടെ ബാഗ്, 5 കിലോയുടെ ബാഗ് ഒക്കെ ഉണ്ട്. 50 കിലോയുടെ ബാഗ് നമുക്ക് ഇവിടെ വരുന്ന പ്രൈസ് 1200 രൂപയാണ്. അത് സാധാരണ ഇതിൽ ബൾക്കായിട്ട് കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രൈസാണ്. അത് ഇവിടെ വന്നെടുക്കുന്ന ആളുകൾക്ക് ഒരു ബാഗ് ആണെങ്കിൽ നമ്മൾ ഏകദേശം അതേ പ്രൈസിൽ തന്നെ കൊടുക്കുന്നത്. ഓക്കെ, അതേസമയം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് വിലയിൽ വ്യത്യാസം വരുമെന്നുള്ളത് സാന്ദർഭികമായി ഉറപ്പെടുത്താണ്. അതുപോലെ തന്നെ നമുക്ക് 20 കിലോയുടെ ബാഗ് നമുക്ക് ഇവിടെ വരുന്നത് 600 രൂപയാണ്. അതേപോലെ 10 കിലോയുടെ ബാഗ് 300 രൂപ. പിന്നെ നമുക്ക് 5 കിലോയുടെ ബാഗ് 170 രൂപ.
1 കിലോയുടെ ബാഗുകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 40 രൂപക്കാണ്. അതെ, നമ്മൾ ട്രഡീഷണൽ ആയതും അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ളതുമായ വളങ്ങൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൂപ്പർ ഗീമിൽ ഉണ്ടാക്കുന്നത്. അതോടൊപ്പം ഈ സൂപ്പർ ഗീമിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സെപ്പറേറ്റ് വെവ്വേറായിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതോടൊപ്പം നമുക്ക് ഇന്ന് പഴയ കാലം പോലെയല്ല, ഡ്രിപ്പ് ഇറിഗേഷൻ വഴി അതേപോലെ തന്നെ ഫോളിയാർ സ്പ്രേ വഴി ഒക്കെ വളങ്ങൾ കൊടുക്കുന്ന ഒരു കാലമാണ്. അത് താരതമ്യേന നമ്മൾ നേരിട്ട് മണ്ണിൽ ആഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ വേഗത്തിൽ ചെടിക്ക് ഉപകാരപ്പെടുന്നതും കൂടിയാണ് ആ രീതി. അപ്പൊ സൂപ്പർ ഗിൻമീലിന് ശേഷം നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന മറ്റു വളങ്ങൾ, നമ്മുടെ ഇവിടെ അവൈലബിൾ ആയ മറ്റു വളങ്ങൾ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൊടുക്കാവുന്നതും അതേപോലെ തന്നെ ഫോളിയാർ സ്പ്രേ വഴി കൊടുക്കാവുന്നതുമായ വളങ്ങൾ ഇവിടെ ഹരിമ 6, അതേപോലെ ഗ്രീൻ ഗോൾഡ്, ഗ്രീൻ റാപ്പിഡ്, മിറാക്കിൾ മാക്സ്, ബനാന സ്പെഷ്യൽ, ബനാന ഹോർമോൺ, അതുപോലെ തന്നെ കോക്കോ ഹോർമോൺ, അതെ കാർഡമം ഗോൾഡ്, ഇങ്ങനെ നിരവധി. അതോടൊപ്പം സോയിൽ സീക്രട്ട്, ബ്ലാക്ക് മാജിക്, ഗ്രീൻ ബയോജൽ, ടാബ് ഗ്രാനുവൽസ്, ഇതൊക്കെ നമ്മുടെ ഏറ്റവും ആധുനിക രീതിയിലുള്ള വളങ്ങളാണ്. പക്ഷെ കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്, യാതൊരു തരത്തിലുള്ള രാസപദാർത്ഥങ്ങളും ഇല്ല. നിങ്ങൾ ഓർഗാനിക് സർട്ടിഫിക്കേഷനുള്ള പ്ലാന്റേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് യാതൊരു തരത്തിലുള്ള ഒരു ബാധിക്കാത്ത രൂപത്തിൽ തന്നെയുള്ള വളങ്ങളാണ് നമ്മുടെ അടുത്തുള്ളതൊക്കെ. അപ്പൊ സൂപ്പർ ഗ്രീമിൽ നമ്മൾ താഴെ കൊടുക്കുന്നതോടൊപ്പം ഫോളിയാർ സ്പ്രേ ആയിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡ് ആയി, അതായത് വെള്ളത്തിൽ കലർത്തിക്കൊണ്ടോ കൊടുക്കാൻ പറ്റിയ വളങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മൾ ഇവിടെ ഹരിമ 6 എന്ന് പറഞ്ഞ ഈ വളം, ഇതാണ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് 1 ലിറ്ററിൽ 3 മില്ലി എന്ന തോതിലാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു 250 മില്ലിയുടെ ഒരു ബോട്ടിൽ ഒരു 4 ടൈപ്പ് വാങ്ങിച്ചാൽ പോലും നമുക്ക് ഒരു കർഷകന് ഏകദേശം 6 മാസം ഉപയോഗിക്കാനുണ്ടാവും. കൂടുതൽ പ്ലാന്റുകളുള്ള ആളുകൾക്കാണ് അല്ലെങ്കിൽ കൂടുതൽ തോട്ടങ്ങളുള്ള ആളുകൾക്കാണ് 1 ലിറ്ററോ അല്ലെങ്കിൽ 5 ലിറ്ററോ ബോട്ടിലൊക്കെ നമുക്ക് ആവശ്യമായി വരുന്നത്. ഉപയോഗിക്കേണ്ട രീതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ലിറ്ററിലേക്ക് 3 മില്ലി. ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഹരിമ 6 കൊടുക്കുന്നു, സെക്കൻഡ് വീക്കിൽ നമ്മൾ ഗ്രീൻ ഗോൾഡ് കൊടുക്കുന്നു, തേർഡ് വീക്കിൽ നമ്മൾ ഗ്രീൻ റാപ്പിഡ് കൊടുക്കുന്നു, ഫോർത്ത് വീക്കിൽ മിറാക്കിൾ മാക്സ് കൊടുക്കുന്നു. ഇങ്ങനെ പിന്നീട് അതിന്റെ ഒരു സെക്കൻഡ് സർക്കിൾ അടുത്ത മാസം ആരംഭിച്ച് പിന്നീട് തെങ്ങുകൾക്കാണെങ്കിൽ നമ്മൾ കോക്കോ ഹോർമോണും അതേപോലെ വാഴക്കാണെങ്കിൽ ബനാന സ്പെഷ്യലും കൂടി നമ്മൾ പ്രത്യേകം അതിൽ ആഡ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നിങ്ങളുടെ വീട്ടിലുള്ള കായ്ക്കറികളോ അല്ലെങ്കിൽ മറ്റു ഫലവൃക്ഷങ്ങളോ എന്ത് തന്നെ ആയാലും ഇതുവരെ കായ്ച്ചിട്ടില്ലാത്താവട്ടെ അല്ലെങ്കിൽ കായ്ബലം കുറഞ്ഞതാവട്ടെ, നിങ്ങളുടെ കായ്ബലം അത് നിലവിലുണ്ടായതിനേക്കാളും ഇരട്ടിയോ അതിലധികമോ ആയിട്ട് വർദ്ധിപ്പിക്കാൻ ഈ വളങ്ങൾ സഹായിക്കുന്നതാണ്. നമ്മുടെ സൂപ്പർ ഗീമിൽ ആഡ് ചെയ്യുന്ന മൈക്രോ ന്യൂട്രിയൻസ് അതാണത്. അതിന്റെ ആ മൈക്രോ ന്യൂട്രിയൻസിന്റെ വെജ് കോംബോ എന്ന പേരിൽ അത് മാത്രം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് ഒരു 10 കിലോ ബാഗിന് 800 രൂപയാണ് വില വരുന്നത്. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ തെങ്ങ് അല്ലെങ്കിൽ കവുങ്ങ്, ജാതി പോലത്തതൊക്കെ അതിന്റെ ഈൽഡ് നേരത്തെ ഉള്ളതിനേക്കാൾ ഒരു 2-3 ഇരട്ടിയെങ്കിലും വർദ്ധിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ ഗീമിൽ ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ജൈവവളമാണ് ഈ കാണുന്നത്, ടാബ് ഗ്രാനുവൽസ്. ഇതിൽ നമുക്ക് ഹ്യൂമിക് പൗഡർ, ഫുൾവിക് പൗഡർ അതുപോലത്തെ നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത ഒരു ഗ്രാനുവൽ ടൈപ്പ് പ്രൊഡക്റ്റ് ആണിത്. മണിമണിയായിട്ടാണ് ഇതിന്റെ രൂപത്തിലുള്ളത്. നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് മറ്റ് വളക്കടകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് വളങ്ങളുടെ കമ്പനികളിൽ നിന്നും എന്താണ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ കൊടുക്കുന്ന സാധനം കസ്റ്റമർക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാവും. അത് ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കോഴിവളം, അതുപോലെ ആടുവളം, ചാണകം, ഇതൊക്കെ നമ്മൾ ഉണക്കിയത് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കച്ചറകളൊക്കെ എടുത്ത് മാറ്റി പൾവറൈസറിൽ ഇട്ട് പൊടിച്ച് നമ്മൾ പൗഡർ ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ പൗഡർ ഫോമിൽ കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മണ്ണിൽ അത് ഡൈജസ്റ്റ് ചെയ്യാനും ചെടികൾക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാനും സഹായകമാവും. അത് മാത്രമല്ല ഇത് കാണാനും അതിൻ്റെതായ രൂപത്തിലുള്ള ഭംഗി ഉണ്ടാവും. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സൂപ്പർ ഗീമിൽ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതേ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ സൂപ്പർ ഗീമിൽ ആഡ് ചെയ്യുന്നത് ഏതാണോ ആ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ കസ്റ്റമർ. ഇതിപ്പോൾ കോഴിവളമാണ്. ഈ ഒരു കണ്ടീഷനിൽ കോഴിവളം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ സാധ്യമല്ല. കാരണം നമ്മൾ കോഴിവളം അത് റോ ടൈപ്പായിട്ട് കൊണ്ടുവന്നത് നമ്മൾ ഇതുപോലൊരു മെഷീനിൽ ഇട്ടുകൊണ്ട് അതിനെ ആദ്യം തരിച്ചെടുക്കും. അതിൽ നിന്ന് കോക്കോ പീറ്റും ഒറിജിനൽ കോഴിവളം മാറ്റിയെടുത്ത് പിന്നീട് കോഴിവളം മാത്രം പൊടിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്.
ഇത് നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ്. ഇത് സാധാരണ ചകിരിച്ചോറല്ല, ചകിരിച്ചോറ് ഓൾറെഡി ട്രീറ്റഡ് ആണ്, പ്രോസസ്ഡ് ആണ്. പ്രോസസ്ഡും ട്രീറ്റഡും അല്ലാത്ത ചകിരിച്ചോറ് പൊതുവെ ചെടികൾക്ക് അത്ര ഗുണകരമല്ല. ഇത് നമ്മുടെ എല്ലുപൊടിയാണ്. ഇത് ഈ എല്ലുപൊടിയെ നമ്മൾ ഒന്നും കൂടെ പൗഡർ ഫോമിലേക്ക് പൾവറൈസറിലിട്ട് പൊടിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ സൂപ്പർ ഗീമിൽ ആഡ് ചെയ്യുന്നത്. കാരണം ഇത് ആസിഡ് വാഷ് എല്ലുപൊടിയല്ല, കൃത്യമായി പുഴുങ്ങി മാത്രം പഴയ നമ്മുടെ സാമ്പ്രദായിക രീതിയിൽ പൊടിച്ചെടുത്ത എല്ലുപൊടിയാണ്. കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നീം കേക്ക് നമ്മൾ സൂപ്പർ ഗീമിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഏകദേശം പൗഡർ ഫോമിലേക്ക് കൊണ്ടുവന്നതാണിത്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ആളുകൾക്ക് ആവശ്യത്തിന്, കൃഷിക്ക് ആവശ്യത്തിന് കൊടുക്കുന്നതും. ഇത് ബയോ കമ്പോസ്റ്റ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റുകളിൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് കൊടുക്കാവുന്നതും എന്നാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളിൽ ഒന്നാണിത്. ബയോ കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, ടാപ്പ് ഗ്രാനുവൽസ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് കമ്പോസ്റ്റ്. ഇതുപോലെയുള്ള റോ മെറ്റീരിയലുകൾ, അതായത് പിണ്ണാക്കുകളും മറ്റു ജൈവവളങ്ങളൊക്കെ നമ്മൾ വാങ്ങി നമ്മുടെ പൾവറൈസറിൽ പൊടിച്ച് ഏകദേശം പൗഡർ രൂപത്തിലാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ സൂപ്പർ ഗീമിൽ ഉണ്ടാക്കുന്നതും. അതുപോലെ തന്നെ ആളുകൾക്ക് ഓരോ പ്രൊഡക്റ്റുകൾ വെവ്വേറെ ആവശ്യമെങ്കിൽ അത് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ പൗഡർ രൂപത്തിലായിക്കൊണ്ടാണ്. നമുക്ക് ഈ പറഞ്ഞ 10ലധികം വെറൈറ്റി വളങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെങ്കിലും, അതായത് ഒരാൾക്ക് ഒരു സമയം 100 ചാക്ക് വേണം അല്ലെങ്കിൽ 200 ചാക്ക് വേണം എന്ന് പറഞ്ഞാലും നെക്സ്റ്റ് ഡേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കിവിടെ പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കൂടുതൽ ഓർഡർ ഉള്ള ആളുകൾ എപ്പോഴും 2-3 ദിവസം മുമ്പ് ഓർഡർ തരുന്നത് അത് നമുക്ക് മുമ്പുള്ള ഓർഡറുകൾ പെൻഡിങ് ഉള്ളത് കൊണ്ട് മാത്രം അല്പം വൈകിയേക്കാം. എന്തായാലും സാധാരണ നമ്മുടെ കേരളത്തിലുടനീളം നിങ്ങൾ ഓർഡർ ചെയ്തത് മുതൽ മാക്സിമം 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അതും ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. കസ്റ്റമർക്ക് കൂടുതൽ വാങ്ങുന്ന ആളുകൾക്ക് മാത്രമേ നമുക്ക് ഇപ്പോൾ ഡെലിവറി നേരിട്ടുള്ള ഡെലിവറി സൗകര്യമുള്ളൂ. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 300 കിലോക്ക് മുകളിലെങ്കിലും വാങ്ങാൻ കഴിവുള്ള ആളുകൾക്കാണ് നമുക്ക് നേരിട്ട് ഡെലിവറി കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് 1 കിലോ മുതൽ 50 കിലോ വരെയുള്ള ഏത് ടൈപ്പ് ബാഗുകൾ നമുക്ക് പാർസൽ ആയിക്കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ പാക്കേജുകൾ കൊറിയർ ആയിക്കൊണ്ടോ നമുക്ക് കേരളത്തിലുടനീളം, അതേപോലെ തന്നെ മറ്റ് സമീപത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കൊറിയർ ഫെസിലിറ്റി ഉണ്ട്, പാർസൽ ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷേ പാർസൽ ഫെസിലിറ്റിയും കൊറിയർ ഫെസിലിറ്റിയും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ പാർസൽ നമുക്ക് മിനിമം ഒരു 50 kg എങ്കിലും വേണ്ടി വരും, അല്ലെങ്കിൽ 20 kg മുതൽ 50 kg വരെയുള്ള നമുക്ക് പാർസൽ ചെയ്യാൻ പറ്റും. അതേപോലെ 1-2 ചാക്കുകളൊക്കെ നമുക്ക് പാർസൽ ചെയ്യാൻ പറ്റും. 6 ബാഗുകൾക്ക് മുകളിൽ, അതായത് 300 കിലോക്ക് മുകളിലോ ഒക്കെ നമുക്ക് നേരിട്ട് അവരവരുടെ വീടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ മെയിൻ റോഡുകളിലാണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ നേരിട്ട് എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ ലിക്വിഡ് വളങ്ങളിൽ ഒന്നാണ് മിറാക്കിൾ മാക്സ്. ഇത് 2 ലിറ്ററിന്റെ ഒരു സ്പ്രേ ബോട്ടിലാണത്. ഇതിൽ 2 ലിറ്റർ വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് 6 മില്ലി, അതായത് ഓരോ ലിറ്ററിന് 3 മില്ലി വീതം 6 മില്ലി എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് സ്പ്രെയറിൽ എയർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികളുടെ ഇലകളുടെ ഉള്ളും പുറവും കൃത്യമായി എല്ലാ പച്ച നിറത്തിലുള്ള എല്ലാ ഭാഗങ്ങളും, പച്ച നിറത്തിലെ തണ്ടുകളിലടക്കം എത്തുന്ന രൂപത്തിൽ ആണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ സാധാരണ മറ്റ് താഴെ കൊടുക്കുന്ന വളങ്ങൾ കൊടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടെ ഫാസ്റ്റ് ആയിട്ട്, അതായത് സ്പ്രേ ചെയ്ത ആ സമയം മുതൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ചെടിക്ക് പൂർണ്ണമായും അത് വലിച്ചെടുത്ത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഫോളിയാർ സ്പ്രേ വളങ്ങൾ കൊണ്ടുള്ള മാറ്റം മറ്റുള്ള വളങ്ങളെ അപേക്ഷിച്ച്. ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്തിയൊക്കെ ഫെർട്ടിലൈസറിനെ കുറിച്ചായിരുന്നു. അതേസമയം നമ്മളിവിടെ ഹോമിയോ മരുന്നുകളും അവൈലബിൾ ആക്കുന്നുണ്ട്. അതായത് ഹോമിയോ ഗുളികളാണിത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ അഗ്രോ ഗ്രീൻ എന്ന് പറയുന്ന ഹോമിയോ മരുന്നാണിത്. ഇത് തെങ്ങിന് വരുന്ന പ്രത്യേകമായ പല അസുഖങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ പ്ലാന്റുകൾക്കും വരുന്ന പൊതുവേ ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ വളരെയധികം ഫലപ്രദമാണ്. ചെറിയ പ്ലാന്റുകൾക്കൊക്കെ ഇതൊരു 10 ഗുളിക മുതൽ 12-15 ഗുളിക വരെ പ്ലാന്റിന്റെ ചോട എങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. തെങ്ങുകൾക്കാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഈസ്റ്റിലും വെസ്റ്റിലും ഒരു കമ്പിപ്പാറ കൊണ്ട് 8 ഇഞ്ച് ആഴത്തിലുള്ള ഓരോ ജസ്റ്റ് കുഴി ഉണ്ടാക്കിയതിനു ശേഷം 7.5 ഗ്രാം ഒരു സൈഡിലും 7.5 ഗ്രാം മറ്റൊരു ഭാഗത്തുമാണ് വലിയ തെങ്ങുകൾക്ക് ആഡ് ചെയ്യേണ്ടത്. 6 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ തെങ്ങിന്റെ നിലവിലുള്ള എല്ലാ കേടുകളും അതുകൊണ്ട് മാറിക്കിട്ടും. അതോടൊപ്പം നമ്മുടെ സൂപ്പർ ഗീമിൽ നിന്ന് വളം കൂടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു മറ്റു വളങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് നമുക്ക് ഉറപ്പ് തരാനുള്ളത്. കേരളത്തിന്റെ ഏറെക്കുറെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയുടെ, അതായത് കൊച്ചി സേലം ഹൈവേയിൽ നിന്ന്
മണ്ണുത്തി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് സ്ഥാപനത്തിന് വേണ്ടി കേരളത്തിലൊട്ടാകെ എല്ലാ ജില്ലകളിലും ജില്ലാ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ ഫ്രാഞ്ചൈസികൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഒരു വലിയ എമൗണ്ട് ഒന്നും ഇതിന് ഇറക്കേണ്ടി വരില്ല. ചെറിയ രൂപത്തിൽ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിൽ തുടരുന്ന ജോലിക്കാർക്കോ ഒക്കെ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നതോടൊപ്പം ചെറിയൊരു വരുമാനം എന്ന രൂപത്തിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അത് നമ്മുടെ 1 കിലോയുടെ ബാഗുകൾ നമ്മൾ ഏറെക്കുറെ സൂപ്പർ ഗ്രീമില്, അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇങ്ങനത്തെ ഒക്കെ നമ്മളിവിടെ അവൈലബിൾ ആക്കുന്നുണ്ട്. ഇതോടൊപ്പം നമ്മുടെ ഈ 100 മില്ലി മുതൽ ഏകദേശം 5 ലിറ്റർ വരെയുള്ള നമ്മുടെ ലിക്വിഡ് വളങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അതിനൊരു വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് റൂം സ്വന്തമായിട്ടില്ലാത്ത ഏറ്റവും ചെറിയ രൂപത്തിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ആരംഭിക്കാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റുകളെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവണം. അതേപോലെ തന്നെ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസി വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 3 ലക്ഷം രൂപയുടെ പർച്ചേസിംഗ് നിങ്ങൾ നടത്താൻ തയ്യാറാവണം. അതുപോലെ ഒരു താലൂക്ക് അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ചുരുങ്ങിയത് 1 ലക്ഷം രൂപയിലും നമുക്ക് ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് തുടങ്ങാവുന്നതാണ്. ഇതിന് വേണ്ടത് ഒരു താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഒരു ഫ്രാഞ്ചൈസിക്ക് ചെറിയ ഒരു 200 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള ഒരു റൂം മാത്രമാണ് ആവശ്യം. അതേസമയം ജില്ലാ അടിസ്ഥാനത്തിൽ തുടങ്ങുമ്പോൾ 2ഓ 3ഓ ഷട്ടർ വലുപ്പത്തിലുള്ള റൂമുകൾ ആവശ്യമാണ്. അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മൾ തുടങ്ങുന്ന ആളുകൾക്ക് വളരെ മികച്ച വരുമാനം, ഏറ്റവും ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഒരു 10,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ പോലും ദിവസം നിങ്ങൾക്ക് ഒരു 500 രൂപ മുതൽ 1000 രൂപയോ 2000 രൂപയോ 3000 രൂപയോ ഒക്കെ ഇതിൽ നിന്നും മാത്രം നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു വളരെ നല്ലൊരു അവസരം കൂടിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആവശ്യമുള്ളവർ പ്രത്യേകം ഫ്രാഞ്ചൈസി ആവശ്യം എന്ന് ഉന്നയിച്ചുകൊണ്ട് തന്നെ ബന്ധപ്പെടേണ്ടതാണ്. ആരെങ്കിലും നമ്മൾ 3 നമ്പറുകളാണ് ഇവിടെ വീഡിയോയിൽ കൊടുക്കുന്നത്. ഈ 3 നമ്പർ എന്തെങ്കിലും കാരണം ബിസി ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യങ്ങളും കൂടി അതിൽ ടെക്സ്റ്റ് ആയിക്കൊണ്ട് അറിയിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിലെങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റുകൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഇൻ കേസ് വിളിക്കേണ്ട സമയം എപ്പോഴും രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രം കോൾ ചെയ്യുക. മറ്റ് സമയങ്ങളിൽ വോയിസ് ആയിക്കൊണ്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിക്കൊണ്ടോ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജുകൾ വിടേണ്ടതാണെന്നാണ് സാന്ദർഭികമായിട്ട് ഉണർത്താനുള്ളത്.